നമസ്കാരം. ജീവകാരുണ്യ സംഘടനയായ ദ വേൾഡ് സെൻട്രൽ കിച്ചന്റെ 7 സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ രോഷം രേഖപ്പെടുത്തിയിട്ടും സഹായ വിതരണ സംവിധാനത്തിന് തടസ്സം നിൽക്കുന്ന നിലപാട് സൈന്യം തുടരുകയാണ്. ഭക്ഷണ വണ്ടികളും മറ്റും തടയുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6 സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റി. അവ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതിനിടെ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് സുപ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 32,975 75,577 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സന്നദ്ധ പ്രവർത്തകരായ 3 ബ്രിട്ടീഷ് പൗരന്മാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഇവരെ കൂടാതെ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ 4 സന്നദ്ധ പ്രവർത്തകർ കൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ മരണങ്ങൾ തന്നെ ആകുലപ്പെടുത്തിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. തിങ്കളാഴ്ചത്തെ ആക്രമണത്തിൽ ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ചാപ്മാൻ, ജെയിംസ് ഹെൻഡേഴ്സൺ, ജെയിംസ് കിർബി എന്നിവരാണ് മരിച്ചത്. ഓസ്ട്രേലിയൻ പൗരനായ ലാൽ സാവോമി ഫ്രാങ്കോം, പോളിഷ് പൗരനായ ഡാമിയൻ സോബോൾ, പലസ്തീനിയൻ സെയ്ഫ് അബു താഹ, US കനേഡിയൻ പൗരനായ ജേക്കബ് ഫ്ലിക്കിംഗ് എന്നിവരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർ. സംഭവത്തെ തുടർന്ന് യുദ്ധമേഖലയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ആസൂത്രിതമല്ലാത്ത ഒരു ആക്രമണത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. 3 ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബ്രിട്ടൻ ഇസ്രായേലി അംബാസിഡറെ വിളിച്ചു വരുത്തി. സൗഹൃദ രാജ്യമായ ഇസ്രായേലിന്റെ അംബാസിഡറെ അതൃപ്തി രേഖപ്പെടുത്താൻ 12 വർഷത്തിനിടെ ആദ്യമായാണ് ബ്രിട്ടൻ വിളിച്ചു വരുത്തുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഒക്ടോബറിൽ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ സാന്ത്വനവുമായി ആദ്യം തന്നെ ഇസ്രായേൽ സന്ദർശിച്ച വിദേശ രാഷ്ട്ര നേതാവ് ബൈഡനായിരുന്നു. നെതന്യാഹുവിനെ അദ്ദേഹം ആലിംഗനം ചെയ്യുകയും ഇസ്രായേലിന്റെ കൂടെ എപ്പോഴും അമേരിക്ക ഉണ്ടായിരിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട യുദ്ധ ക്യാബിനറ്റിന്റെ യോഗത്തിൽ ബൈഡൻ ചെയ്ത പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു. ഹമാസിന്റെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ ഇസ്രായേലികൾക്കുണ്ടായ രോഷം സ്വാഭാവികമാണെങ്കിലും ആ രോഷത്തിന് സ്വയം ഇരയായി പോകരുതെന്നാണ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചത്. ഹമാസിനെ തിരിച്ചടിക്കുമ്പോൾ അത് ഗാസ നിവാസികളെ കൂട്ടത്തോടെ ശിക്ഷിക്കുന്ന വിധത്തിലാവരുതെന്നും ഇല്ലെങ്കിൽ അത് ഇസ്രായേലിന് തന്നെ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇസ്രായേലിന് നയതന്ത്രപരമായ പിന്തുണ കൂടാതെ ഏറ്റവും അധികം സാമ്പത്തിക സൈനിക സഹായവും നൽകുന്നത് അമേരിക്കയാണ്. അത് കാരണമുള്ള വിമർശനങ്ങളെ അമേരിക്കയും നേരിടേണ്ടി വരുന്നു എന്ന കാര്യവും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചിരിക്കാം. പക്ഷേ US പ്രസിഡന്റിന്റെ ഉപദേശം ഇസ്രായേൽ ഗൗനിക്കുന്നില്ല എന്ന് ഗാസയിൽ കഴിഞ്ഞ 5.5 മാസമായി നടന്നുവരുന്ന യുദ്ധത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്നു.